കാനഡ പാർലമെന്റിലെ ഖാലിസ്ഥാൻ ലോബിക്കെതിരെ ഒന്നിക്കണമെന്ന് ഇന്ത്യൻ വംശജനായ എം പി ചന്ദ്ര ആര്യ 1984 സിഖ് വിരുദ്ധ കലാപം വംശഹത്യയായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ പാർലമെന്റിൽ ചന്ദ്ര ആര്യ എതിർത്തിരുന്നു. പിന്നാലെ ഖാലിസ്ഥാൻ പിന്തുണയ്ക്കുന്ന എം പിമാർ ഭീഷണിയുമായി എത്തി. From Surrey Newton attempted to have the parliament declare the 1984 riots in India against Sikhs as a genocide. He sought unanimous consent from all members in the House of Commons to pass his motion. I was the only member present in the House to say no, and my single objection was enough to prevent this motion from being approved. Immediately after this, I was threatened inside the Parliament building for standing up and saying no. There have been several attempts, both within the Parliament and outside, to stop me from freely and publicly voicing the concerns of Hindu Canadians. While I am proud in having stopped this divisive agenda from succeeding, today we cannot afford to be complacent. Next time, we may not be as fortunate. The politically powerful Khalistani lobby will undoubtedly try again to push the parliament to label the 1984 riots as genocide. There's no guarantee I'll be in the House to block it the next time any other member from any political party attempts to bring this motion forward. I urge all Hindu Canadians to act now. Reach out to your local members of parliament and secure their commitment to oppose this motion whenever it arises. കനേഡിയൻ പാർലമെന്റിലെ എം പി ആയിട്ടുള്ള ഇന്ത്യൻ വംശജനായ എം പി ചന്ദ്ര ആര്യയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവിടുത്തെ പാർലമെന്റിലാണ് ഇന്ത്യയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപം വംശീഹത്യയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രമേയം പാസ്സാക്കാൻ ശ്രമം നടന്നത്. പക്ഷേ ഇന്ത്യൻ വംശജനായ ചന്ദ്ര ആര്യ പാർലമെൻറ്റിൽ അതിനെ എതിർത്തു. അതേ തുടർന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ ജോസ്, ഇന്ത്യൻ വംശജനായ എം പി ചന്ദ്ര ആര്യയുടെ വാക്കുകളാണല്ലോ നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ അവിടെ ഖാലിസ്ഥാൻവാദികളുടെ ഭീഷണി അദ്ദേഹം നേരിടുന്നു. ഇതിനെ മറികടക്കാൻ കനേഡിയയിലെ ഹിന്ദുക്കൾ ഒന്നിക്കണം, അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം? ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ചന്ദ്ര ആര്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും അത് തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു നീക്കം, ഖാലിസ്ഥാൻ ലോബി വളരെ ശക്തമായി കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഖാലിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ കാനഡയിൽ അത് ശക്തമായി നടന്നതും ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ഉള്ള പ്രധാനമന്ത്രിയുമായി ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച വന്നതും എല്ലാം തന്നെ ഈ ഖാലിസ്ഥാൻ വിഷയമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു വൈകാരികമായ സ്വഭാവം ആ വിഷയത്തിന് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു എം പി ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചത്. അതായത് 1984 ഇന്ദിരാഗാന്ധിയുടെ ോടനുബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ആ സിഖ് വിരുദ്ധ കലാപം ഒരു സിഖ് വംശഹത്യയായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ പാർലമെന്റ് അത് അംഗീകരിക്കണം എന്നൊരാവശ്യമാണ് പ്രമേയമായി അവതരിപ്പിച്ചത്. തീർത്തും അത് നമുക്കറിയാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ചില ലക്ഷ്യത്തോടെ, അതായത് വോട്ട് ബാങ്ക് നേടുന്നതിനുള്ള ലക്ഷ്യത്തോടെ കോൺഗ്രസ് നടത്തിയ ഒരു കലാപത്തെ സിഖ് വംശഹത്യയായി ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ചുമലിൽ വെക്കാനുള്ള ഒരു നീക്കം അനുവദിക്കാനാവില്ലെന്ന് ചന്ദ്ര ആര്യ വളരെ കൃത്യമായി പാർലമെന്റിൽ നിലപാടെടുക്കുകയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഒരു യുനാനിമസ് ഒപ്പീനിയനായി ഈ വിഷയം വരണം എന്നൊരാഗ്രഹമാണ് പാർലമെന്റിൽ വിഷയാവതാരകൻ കൊണ്ടുവന്നതെങ്കിൽ അതിനെ എതിർക്കാൻ ചന്ദ്ര ആര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ആര്യ പറയുന്നത് തനിക്ക് ഉടൻ തന്നെ ഖാലിസ്ഥാൻ ഭീകരരിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ളവരെ അനുകൂലിക്കുന്നവരിൽ നിന്നുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഭീഷണിയും പാർലമെന്റിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും നേരിടേണ്ടി വന്നു എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഇത്തരത്തിലൊരു ബില്ല് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രമേയം വരികയാണെങ്കിൽ ആ പ്രമേയത്തെ എതിർക്കാൻ താൻ പാർലമെന്റിൽ ഉണ്ടാകുമോ എന്ന് പോലും താൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ അതാത് എം പിമാരെ, അതായത് കാനഡയിലെ സ്ഥിരതാമസമാക്കിയ ഹിന്ദുക്കൾ അവരുടെ താമസ സ്ഥലത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്ന എം പിമാരെ നേരിൽ കണ്ട് ഇത്തരം നീക്കങ്ങൾ അനുവദിക്കരുതെന്ന ആവശ്യം എഴുതി നൽകണമെന്നാണ് ഇപ്പോൾ കനഡിയൻ പാർലമെന്റ് അംഗം കൂടിയായ ചന്ദ്ര ആര്യ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഖാലിസ്ഥാൻ ലോബിയുടെ ശക്തമായ ഇടപെടൽ കാനഡയിലെ പാർലമെന്റിൽ ഉണ്ടാകുന്നു എന്നതിനെ ഒരു ജീവിക്കുന്ന, അല്ലെങ്കിൽ തെളിഞ്ഞു കാണുന്ന ഒരു തെളിവ് കൂടിയായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്. കനേഡിയൻ പാർലമെന്റിലാണ് ഇന്ത്യയിൽ നടന്ന സിഖ്
വിരുദ്ധ കലാപത്തെ അത് വംശീയ ഹത്യയായി നിരീക്ഷിക്കാനുള്ള പ്രമേയം കൊണ്ടുവന്നത്. അതിനെതിരെയാണ് ചന്ദ്ര ആര്യ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ MP അതിനെ എതിർത്തത്. അതിന് അദ്ദേഹത്തിന് ഭീഷണിയും നേരിടുന്നുണ്ട് തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.